ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സമയം ഇപ്പൊ 5 മണിയായി. ഏറ്റവും ആദ്യം എഴുന്നേക്കുന്ന ആള് അവിടെയാണുള്ളത്. അതെ. അപ്പൊ ഞാനേ ബാഡ്മിന്റൺ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പെട്ടെന്ന് ബാഡ്മിന്റൺ കളിക്കാൻ പോവാണ്. ഓക്കെ, എന്നാ പോയിട്ട് വാ. നല്ല വെതർ ഇവിടെ. 5 മണി ഇപ്പൊ ഇന്ന് കുറച്ച് മഴക്കാറുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ ഇവിടെ 5 മണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 7 മണിന്റെ ലുക്കാ. നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ അവിടെ പോയി. ബട്ടർഫ്ലൈസ് നിറയുള്ള ഒരു ഏരിയ ആണത്. അപ്പൊ ദിനൂസ് കളിക്കാൻ പോയി. നമ്മുടെ അമ്മ എന്താ ചെയ്യണമെന്ന് നോക്കാം. അമ്മ ഇങ്ങനെയാണ് അമ്മേന്റെ ഡേ തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും. ഇവിടെ 5:30 സമയം. വീട്ടിൽ ഏകദേശം 4 o'clock എഴുന്നേറ്റ് അമ്മേന്റെ നാമജപത്തിലാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുക. എന്താ അപ്പൊ കളിയെല്ലാം കഴിഞ്ഞ് നനഞ്ഞു കുളിച്ച് വേർത്ത് എത്തിയിട്ടുണ്ട്. നീ നേരത്തെ പരിപാടി? ഇനി അടുത്ത പരിപാടി കുറച്ചുകൂടെ ഉണ്ട്. കുഞ്ഞിനെ റെഡിയാക്കണം സ്കൂളിലേക്ക് അല്ലേ? കുഞ്ഞു എഴുന്നേറ്റില്ലല്ലോ? ഇല്ല, എണീറ്റിട്ടില്ല. അവനെ പെട്ടെന്ന് റെഡിയാക്കട്ടെ. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ചക്കര കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. ചക്കോ വാ. 6:30 ആയി. 6:30 കുഞ്ഞൂസിന് എഴുന്നേക്കണം. ഇല്ല ബാബുക്കുട്ടി, ഓടി വാ. വാ വാ എന്ന് പറയല്ലേ. വാ, പൊന്നു വാടാ. സ്കൂളിൽ പോണ്ട തീരുമാനിച്ചു. സ്കൂളിൽ പോണ്ടെന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ചക്കരെ, സ്കൂളിൽ പോണം. നമ്മുടെ ഹേവുക്കുട്ടന് എത്ര മണിക്ക് സ്കൂളിൽ പോണം? 7:30 സ്കൂളിൽ പോണം. വാ വാ, വേഗം വാ. ഹലോ, ഇതൊരു സൈലൻസ് ആണിപ്പോ. ഇനി കിടക്കല്ലേ ഹേവു. എടാ കള്ള കൃഷ്ണ, എഴുന്നേറ്റ് വാ. കുഞ്ഞൂസിന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എന്താ കുഞ്ഞൂസ് കഴിച്ചോണ്ടിരിക്കുന്നത്? അയ്യോരാ, വെള്ളയപ്പം ഇഷ്ടാണല്ലേ? അമ്മയാ ഹേബുവിന് ഇപ്പൊ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. റെഡിയായി, യൂണിഫോമിലൊക്കെ റെഡിയായി. ഒരു ചെറിയൊരു ഏത് ദിവസം? മൺഡേയാ? ട്യൂസ്ഡേയാ? തേഴ്സ്ഡേയാ? വെനസ്ഡേ ആണടാ. വെനസ്ഡേ കഴിഞ്ഞാൽ എന്താണ്? ഏത് പ്രോഗ്രാം? ഗിറ്റാറൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ സ്കൂളില്. വെനസ്ഡേ കഴിഞ്ഞാൽ തേഴ്സ്ഡേ ആണ് കേട്ടോ. നമുക്കിപ്പോ എല്ലാ ദിവസവും ഒരുപോലെ അല്ലേ? കുഞ്ഞിന്റെ ഫുഡൊക്കെ റെഡി ആയില്ലേ? ലഞ്ച് ബോക്സ് ആണ് റെഡിയാക്കിയേ. ഡാഡി റെഡിയാക്കി ലഞ്ച് ബോക്സ്. മമ്മി എന്ത് ചെയ്തു? എന്തിന്നിക്ക് നെല്ലേപ്പം ആരുണ്ടാക്കിയേ? നേരത്തെ അമ്മ എന്ന് പറഞ്ഞപ്പോ മമ്മി ആക്കിയോ? കുഞ്ഞിനെ നേരത്തെ എഴുന്നേപ്പിച്ച് ബ്രഷൊക്കെ ചെയ്ത് കുളിപ്പിച്ച് റെഡി ആക്കിയില്ലേ? മോൾക്ക് ഓട്സ് രാവിലെ അവള് വെറുതെ ഓട്സ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ അതിൽ പാലോ പിന്നെ പഞ്ചസാര നെയ്യോ അതൊന്നും ഇട്ടാൽ കഴിക്കില്ല. വെറും ലേശം ഉപ്പിട്ടുങ്ങാണ്ട് ഓട്സ് ഉണ്ടാക്കി കൊടുക്കും. അതാ രാവിലത്തെ അവളുടെ ഭക്ഷണം. എന്നാ മോളെ കഴിച്ചോ. രാവിലെ എണീറ്റ് അരി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഡെലിവറി അടുത്താവാറായില്ലേ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു സങ്കടം. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ മോളിങ്ങനെ മുത്തറിയാട്ടോ കൊടുക്കുക. അപ്പം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അവളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ കുറച്ച് ഭക്ഷണവും കുറച്ച് പച്ചക്കറി ഇങ്ങനെയൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് കൊടുക്കും. വേണ്ട പറയും, നല്ല ഉച്ചയ്ക്ക് കൊടുക്കും. പിന്നെ എന്താ പറയുക, മുത്താറിയാണ് 2 നേരം കൊടുക്കുക. ഇനിയിപ്പോൾ രാവിലെ കുറച്ച് ഓട്സ് കഴിക്കാം. ഒരു 10-11 മണിയാകുമ്പോൾ മുത്താറിൻ്റെ കുറച്ച് പുട്ടുണ്ടാക്കി, ചെറിയ പുട്ടുണ്ടാക്കി കൊടുക്കും. രാത്രി അതുപോലെ തന്നെയാണ്. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, എന്തെങ്കിലും ലേശം വേണിച്ച് വേറെ കഴിക്കുന്നല്ലാണ്ട് ഫ്രൂട്ട്സ് ഒന്നും തീരെ കഴിക്കില്ല. എല്ലാം ഒഴിവാക്കിയതാണ്. ഇതാണ് നമ്മുടെ മോർണിംഗ്. ജസ്റ്റ് അമ്മ ചായ കുടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അമ്മ. അതെ അതെ. ഇതിനാണും കുഞ്ഞൂസം റെഡിയാകാൻ നിൽക്കുകയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അതല്ലേ നമ്മുടെ അവിടെ ഞാൻ കറക്റ്റ് 4:30 മുൻപ് എണിക്കും കേട്ടോ. എണിച്ച് വേഗം കുളി കഴിഞ്ഞാൽ അവിടെ മാത്രം വിളക്ക് വെക്കുന്നവിടെ മാത്രം തുടച്ച് വിളക്കൊക്കെ വെച്ചെല്ലാം കഴിയും. പിന്നെ രാവിലെ തന്നെ ഒരു 6 മണി 6:30 അമ്പലത്തിൽ പോകും.
ഇവിടെ നോക്കുമ്പോ ആരും അങ്ങനെ എണീക്കില്ലല്ലോ. ഒരു 5:10 5:15 ഇന്ന് എണീറ്റ് 5:15 നേരം വെളുത്തു. 5:15 എണീറ്റ് 5 മണിയാകുമ്പോഴത്തേക്ക് നേരം വെച്ചു. 5:15 അടിച്ചു. അപ്പൊ 5:30 കുളിച്ച് ഒന്ന് വിളക്ക് വെച്ച് നാം ചെയ്തു. ആരെ അമ്മിന് ചക്കര കിട്ടി റെഡിയായി വന്നു. ഹേവുനാരെ റെഡിയാക്കുന്ന ആളിവിടെ. ഡാഡിയാണ് ഹേബു കുട്ടിനെ റെഡിയാക്കുക. മമ്മി അതാണ് നമ്മുടെ ദിനൂസ്. ഞാൻ എന്നല്ല, നമ്മളെന്നേ പറയും. മോൻ നല്ലപോലെ മലയാളം പറയുന്നുണ്ട്. ഇവർ രണ്ടാളെ മാത്രമേ ഇവിടെ മലയാളം സംസാരിക്കുന്നുള്ളൂ. എന്നിട്ട് കുഞ്ഞ് നല്ലപോലെ അവന് കഴിയുന്നത്രയും മലയാളം നന്നായിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ഓൾസോ അറിയാം എനിക്ക്. ഇംഗ്ലീഷ് അറിയാം, പക്ഷെ മലയാളം കൊഞ്ഞിട്ടാ പറയുന്നത്. പക്ഷെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി സ്കൂളിൽ പോയിട്ട് വരാം അല്ലേ? ഡാഡി പോകുന്നില്ലെന്ന്, കുഞ്ഞുമാണ് പോകുന്നത്. എനിക്ക് ഓഫീസിൽ പോകാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ കുഞ്ഞു, ഓക്കെ ബൈ. ബൈ പറ മമ്മി. നമ്മുടെ പ്രേക്ഷകരോട് ബൈ പറ. വേഗം വരാന്ന് പറ. ആ എന്നിട്ട് ബാക്കി സംസാരിക്കല്ലേ? ആ ഓക്കെ ഓക്കെ ബൈ. എന്താ നോക്കുന്നേ? ഇവിടെ എല്ലാ വീട്ടിലും ഇതുണ്ട് കേട്ടോ. ഇതെന്താണ് സാധനം? ഇത് നാരങ്ങ അല്ലേ? ചെറിയ നാരങ്ങ ഇല്ലേ? ചെറുനാരങ്ങ, നമ്മുടെ ചെറുനാരങ്ങ. അവിടെ എല്ലാ വീടുകളിലും ഒരു മരമുണ്ട്. അതെ അതെ, നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടില് ചെറുതാ. അത് നോക്കാം, അവരുടെ ഉള്ളോട്ട് നന്നായിട്ട് കാശ് നിൽക്കുന്നുണ്ട്. അതുപോലെ ആ തൊട്ട വീട്ടില് പക്ഷെ എന്താന്നറിയോ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടാവും എന്താ പറയാ, കറിവേപ്പില. കറിവേപ്പില ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഇങ്ങനെ കറിവേപ്പില ഉണ്ടാവുന്നത്. നല്ല രസമല്ലേ നാരങ്ങ ഉണ്ടെങ്കിലും. സാധാരണ നമ്മള് പറയില്ല നാരങ്ങ വീട്ടിൽ ഉണ്ടാകരുത് നോക്കാം. നമ്മൾ നാട്ടിൽ കേട്ടു പറയലുണ്ട് നാരങ്ങ വീട്ടില് വളർത്തരുതെന്നല്ലേ. കറിവേപ്പിലയോ? കറിവേപ്പില വളർത്താം, പക്ഷെ ഒരു ബാക്കിലോ അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. അതിന് ഒരു സ്ഥാനമുണ്ട് കറിവേപ്പിലക്ക്. പക്ഷെ ഇത് ഫുള്ള് ഇതിപ്പോ മോളെ വീട്ടിലേക്ക് കൂടി കിടക്കാൻ നിൽക്കുന്ന അതുപോലെ ആ വീട്ടിലെ മുഴുവൻ ഇങ്ങോട്ട് എല്ലാ വീട്ടിലും ഈ നാരങ്ങ, ചെറുനാരങ്ങയില്ല. നിറയെ പൂമ്പാറ്റ് വരും നാരങ്ങയില്ലേ? ഇതാ കണ്ടോ, ഇഷ്ടം പോലെ നിറഞ്ഞിട്ടുണ്ട് അതിന്റെ അകത്ത്. ഇതൊക്കെയാണ് അമ്മേന്റെ ഇവിടെ വന്നുള്ള രാവിലത്തെ പ്രോഗ്രാംസ്. ഇത് എല്ലാം ഭക്ഷണം, പിന്നെ എല്ലാ വേസ്റ്റ് സാധനങ്ങളും മുഴുവനും നമ്മുടെ ഭക്ഷണത്തിന്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുപോകും. രാവിലെ വന്ന് അതവരെ കൊണ്ടുപോകും. അതെന്ത് സുഖം അല്ലേ? നമ്മളെ പിന്നെ ഇവിടെ ഒരു കുഴിയില്ല. കാരണം ഭക്ഷണത്തിന്റെ അതിലെ പച്ചക്കറിന്റെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിലെല്ലാം. അപ്പൊ അതൊക്കെ നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് അതിലേക്ക് ആക്കി വെക്കല്ലേ. ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല. രാവിലെ വന്ന് അവർ കൊണ്ടുപോകും. അമ്മ അടുത്ത പ്രോഗ്രാമിലേക്ക് കടന്നു. ഇവിടെ ഞാനൊന്നും റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ളോഗിലേക്ക് ഇപ്പൊ തൽക്കാലം വരാണ്ടിരിക്കുന്നത്. അമ്മ എന്തമ്മ പൂക്കളൊക്കെ പറിക്കുന്നത്? അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണേ. അമ്മേടെ നാട്ടിലെ ശീലം അമ്മ വിട്ടിട്ടില്ലല്ലേ? ഞാൻ വന്നിട്ട് ഒരാഴ്ച എങ്ങോട്ടും പോയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഡെയിലി അമ്പലത്തിൽ പോകുന്നതല്ലേ അവിടെ. എനിക്ക് പോകാണ്ട് എന്തോ ഒരു വിഷമം. പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു. എന്താ മെലിഞ്ഞ് അമ്മ നല്ല പോലെ മെലിഞ്ഞിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. മോളെടുത്ത് പോയപ്പോ അമ്മ ക്ഷീണിച്ചു എന്നൊക്കെ കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു വീഡിയോയില്. എനിക്ക് പറ്റില്ല കേട്ടോ. കുറച്ച് ഇവിടുത്തെ വെള്ളം എനിക്ക് എന്തോ അറിയില്ല, നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ഇച്ചിരി പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാഴ്ച പിന്നെ അന്ന് ഒരു ബ്ലോഗിൽ ഉണ്ടായിരുന്നു നമ്മൾ അമ്പലം ഇവിടെയാണെന്ന് കണ്ടത്. അപ്പൊ ഇത്രയും അടുത്താണല്ലേ അമ്പലം. അപ്പൊ എനിക്ക് അമ്പലത്തിൽ പോകണം, പോകാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ കൊഴിഞ്ഞു പോയി പോവ്. അപ്പൊ എനിക്ക് അതൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പൊ എനിക്കപ്പോ അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് പോവുകയാണ് അമ്പലത്തിലേക്ക്. പിന്നെ ഇവിടുന്ന് നിറയെ പൂവുണ്ട് വീട്ടില്. അപ്പൊ ഇതെല്ലാം പറിച്ചിട്ട് മോൾ അങ്ങനെയാണല്ലേ, മോളെ ഇവിടെ നിന്നൊക്കെ പൂ പറിച്ചിട്ട് കൊണ്ടുപോയി അമ്പലത്തിലേക്ക്. ഇവിടത്തെ പിന്നെ അമ്പലം അറിയാലോ, നേരിട്ട് ധാര ചെയ്യാണ്. ഞാൻ ചെടികളൊക്കെ വളർന്നു. ചെടികളൊക്കെ ഇന്നലെ നല്ല ചെമ്പരത്തി ഉണ്ട്. ഇന്നലെ ചെമ്പരത്തി കുറവായിരിക്കുന്നു. പിന്നെ കാക്ക എന്താ പറയാ അല്ലേ, ശംഖുപുഷ്പം കേട്ടോ. നല്ലതാണ് ശംഖുപുഷ്പം. വീടിന്റെ മുൻപിലൊക്കെ നിന്നാ നല്ലതാണെന്ന് പറയലുണ്ട്. അപ്പൊ അതാ ഇവിടെ നിന്ന് പൂവിന് എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ എല്ലാവർക്കും പൂവുണ്ട് തോന്നുന്നു ഇവിടെ അല്ലേ മോളെ? തുളസി, ശംഖുപുഷ്പം, പിന്നെന്താ പറയാ
ചെമ്പരത്തി. ഇതാ നല്ല പോലെ ഉണ്ട് ഈ കൊമ്പിൽ. ഇന്നലെ ഞാൻ കൊറേ ശ്രമിച്ചു കേട്ടോ, എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് അതാ 2 ഉണങ്ങിപ്പോയി. ഇപ്പൊ മേലെ നല്ല പൂവ്. എനിക്ക് കൊണ്ടുവച്ചപ്പോഴത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടം അത്. ആ കളറ് നല്ല ചെമ്പരത്തി. പക്ഷെ എനിക്ക് കിട്ടും തോന്നില്ല. നന്ദ്യാർവട്ടം നമ്മളോട് പറയും. ഞാൻ വളരെ ചെറുത്. കുറെ 3 സൈസ് ഉണ്ടല്ലോ നന്ദ്യാർവട്ടം. ഇത് പിന്നെ വലുതൊന്ന്. അത് നല്ല മണം. ഓക്കെ, ഞങ്ങൾ താഴെ വീണുവേണ്ട ഇടമനൊന്നും കൂടെ. ണ്ടോ? പിന്നെ ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ട പൂവാണ് എരിക്കും പൂവ്. എരിക്ക് കേട്ടോ. അത് തൊട്ട വീട്ടിലെ അപ്പുറത്ത് അവര് വന്ന് പുലർച്ചയ്ക്ക് പറിച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ വിളക്ക് വെക്കാനൊക്കെ വരുന്ന സമയത്ത്. എന്നാ ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് വരെ. ഇതെന്തെന്ന് പറയാ, നമ്മളവിടെ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. ആ വെള്ളം എടുത്തിട്ട് ശിവഭഗവാന് നേരിട്ട് ധാര ചെയ്യാനാണ് ഈ പാത്രം എടുക്കുന്നത്. പിന്നെ ചന്ദനത്തിരി, വിളക്കത്തിരി ഉണ്ട്. അതൊക്കെ കത്തിച്ചിട്ട് നമുക്ക് നേരിട്ട് തന്നെ ഭഗവാനെ പൂജിക്കാം. അപ്പൊ അത്രയൊന്നും കൂടെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോ ഇഷ്ടപ്പെടണം. അപ്പൊ ഇഷ്ടപ്പെടും. അന്നേരം മേലെയാണ് സീനുള്ളത്. അങ്ങോട്ട് കയറാൻ നിന്ന്. അപ്പൊ 2ാമത്തെ സ്റ്റെപ്പ് ചെറുതായിട്ടൊന്ന് തല കറങ്ങുന്ന സീനായിരുന്നു അത്. അത് ഡിസ്കസ് ചെയ്തപ്പോൾ ശരിക്കും തല കറങ്ങി. അപ്പൊ നമ്മൾ ആ സീൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. അപ്പൊ എന്താ പറയാ, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മേലെ കയറണം. അമ്മ അവിടെ എനിക്ക് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചേച്ചി. അവര് ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. പറയാൻ ചെന്തറിയോ, ഇവിടെ എല്ലാ വീട്ടിലും വീട്ടുജോലിക്ക് ആളുണ്ട്. ഒരു വീട്ടിൽ മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു, വേറെ വീട്ടിൽ പോയി, പിന്നെ വൈകുന്നേരം അതുപോലെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ വീട്ടിലും വീണ്ടും വരും. ഇവിടെയൊക്കെ ചില സമയത്ത് രാവിലെ വന്ന് പുലർച്ചയ്ക്ക് വന്ന് തുടച്ചിട്ട് പോയി, പിന്നെ 12 മണിക്ക് പാത്രം കഴുകാൻ വരും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരവും വരും എല്ലാ പണിയും ചെയ്യാൻ. അപ്പൊ നമ്മുടെ അവിടെ ഒന്നും ഇതുപോലെ ആരെയും കിട്ടാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിചാരിക്കുക. ഇവിടെ എത്രയാണ്, ടൗണിൽ ഇത്ര ഉണ്ടെങ്കിൽ ഇത്രയും ഉണ്ടാവില്ലേ. ഇവിടെ ഇപ്പോ ഇവർക്ക് 2-3 ദിവസം ലീവായിരുന്നു. ഇവർ 2 ദിവസം എന്തിനാ, അവർക്ക് വീടിന്റെ പണി എന്താണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ജോലിക്ക് വരുന്ന അവർക്ക് ലീവായിരുന്നു. അപ്പൊ ദിനവും പറഞ്ഞു, ഇനി ഒരാൾ വേണമായിരുന്നു. നമ്മൾക്ക് പറഞ്ഞു 2-3 ആളുണ്ട് ഇങ്ങ് വരുന്നു, ഞങ്ങൾ വരട്ടെ ചോദിച്ചു. അപ്പോഴത്തേക്കും വീട്ടിൽ ചെയ്തു കേട്ടോ. ഒരു ദിവസം നമ്മൾ വേറെ ഒരാളെ വീട്ടിൽ ചെയ്യിപ്പിച്ചു. അവളൊരു കുട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഭയങ്കര ഒരു പ്രയാസമൊക്കെ ആയി. അപ്പൊ അവള് വേണ്ടെന്ന് അവള് വന്നിട്ട് പണിയെടുക്കണം. ഇവളങ്ങ് വരുന്നു. എനിക്ക് പനിയായിട്ട്, അതിന് വയറുവേദനയായിരുന്നു. ഞാൻ ഡോക്ടറെ വയറുവേദനയാണോ, ഞാൻ ഡോക്ടറെ കാണിച്ചതാണ്, എന്നെ എന്താ വേണ്ട വെച്ചെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം അവള് ചെയ്തതിന് ശമ്പളം കൊടുത്ത് അവളെ വിട്ടു. വീണ്ടും ഇവള് വന്നു. ഇവിടെ ജോലിക്ക് വരുന്നില്ലേ, അവരുടെ പേരെന്താ അറിയോ? അമൃക. ഇവര് വിളിക്കുന്ന എന്തറിയോ? അമേരിക്കാന്ന്. ചെയ്തിട്ട് വരാം. ഒരു സീനാണ് ഉള്ളത്. എവിടെ ഞാൻ കണ്ടില്ല. എവിടെ ഹേവു? സൈക്കിൾ കൊണ്ടുവന്നോ? നമ്മുടെ ഹേവൂസ് സ്കൂള് കഴിഞ്ഞ് വന്നു. വീട്ടുകാർ ഇഷ്ട. ഹാൻഡ് വാഷും ഫേസ് വാഷും ചെയ്തോ? ഇല്ല, ഹാൻഡ് വാഷും ഫേസ് വാഷും ചെയ്തോ കുഞ്ഞു?
മമ്മീനെ നോക്കി പറയേ. ചെയ്തില്ല, ഞാൻ കണ്ടു ചെയ്തത്. ഓടിപ്പോയിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് മമ്മി കണ്ടു. മൗത്ത് വാഷ് ഹാൻഡ് വാഷ് ചെയ്തോ? ആ ചെയ്തു. നമ്മള് വീടെത്തി ഹാൻഡ് വാഷും ഫേസ് വാഷും ചെയ്തു, നടന്നു. കൊറേ ദിവസമായി നമ്മുടെ ഹേവിക്കുട്ടന്റെ സൈക്കിൾ ഇങ്ങനെ പഞ്ചറായി കിടക്കുന്നല്ലേ. പഞ്ചറല്ല, വേറെ കുറച്ച് സർവീസ് ഉണ്ടായിരുന്നു. ആണ്. എന്നാ വന്നോ നല്ല വെയിലാ, പിന്നെ പോവാം. അല്ലേ ഈ പോക്കറ്റിൽ എന്താ ഗ്രീൻ പെന്നൊക്കെ? ഗസ്റ്റഡ് ഓഫീസറാ ഇന്ന് മുതല്? ഡാഡിന്റെ പെണ്ണെടുത്ത് പോക്കറ്റിലിട്ടതാ? അപ്പൊ നമ്മുടെ ഡെയിലി ചെക്കപ്പിന് വേണ്ടിട്ട് വന്നാ കേട്ടോ ഞാൻ. തുടങ്ങാം. ഏത് തുടങ്ങണം? നമുക്ക് ഇത് BP ചെക്ക് ചെയ്യണോ, ബ്ലഡ് ചെക്ക് ചെയ്യണോ? ഷുഗർ ചെക്ക് ചെയ്യാം അല്ലെ. ഷുഗർ ടെസ്റ്റ്. ഇതാണ് നമ്മുടെ മെഷീൻ. സ്ട്രിപ്സ്, പിന്നെ നീഡിൽ, ഗ്ലൂക്കോമീറ്റർ. നമുക്ക് നീഡിലൊന്ന് മാറ്റി നോക്കാം. ഇത് യൂസ് ചെയ്ത നീഡിലാട്ടോ. നമുക്കൊരു പുതിയ നീഡിലുണ്ട് ഇവിടെ. ഇതാണ് നീഡിൽ. ഇതിട്ടു ഫ്രണ്ടിൽ. നമ്മള് ക്ലോസ് ചെയ്തു. പിന്നെ ഏതില് വേണം? ഇതൊക്കെ ഇതിന്റെ ഡെപ്ത് ആണ് കേട്ടോ. ദൂത് വന്നു അല്ലെ. നീഡില് നമ്മുടെ ഫിംഗറിലാണെങ്കിൽ അവിടെ കയറുന്നതിന്റെ ഡെപ്ത് ആണ് കാണിക്കുന്നത്. 5th. സാധാരണ പേടിയുള്ളത് കാരണം ഞാൻ 2ലാണ് ഇടുന്നത് കേട്ടോ. പെയിൻ ആണ്. സ്ട്രിപ്സ് 450 രൂപ ഇതിന്റെ വില കേട്ടോ. 25 സ്ട്രിപ്സ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇതൊക്കെ എന്തിനാന്നറിയോ വാങ്ങി? എനിക്ക് ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടായിട്ട് അല്ലെ, ഷുഗർ ഒന്ന് കൂടി. അപ്പൊ ഷുഗർ കൂടി എന്ന് പറഞ്ഞതാ. നമ്മള് ഇങ്ങനെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പൊ ഇത് വരും. ആ കാണുന്ന ഡ്രോപ്പ് കാണുന്ന ബ്ലഡ് ഡ്രോപ്പ് പോലെയാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പരിപാടി ഇതാ. ഏത് ഫിംഗർ ആണോ? ഓക്കെ, ഏത് ഫിംഗർ ഇല്ല, വേദനക്കില്ല കേട്ടോ. കഴിഞ്ഞു. പിന്നെ നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാല് അപ്പൊ ഷുഗർ എന്തായാലും കൂടി ആഫ്റ്റർ ഫുഡ് അല്ലേ. നമ്മൾ കുറഞ്ഞ് നോർമലൊക്കെ ആക്കിയതാണ് ഇന്നലെ വരെ. പക്ഷെ ഇന്ന് എന്തോ ഒന്ന് ചെറുതായിട്ട് കൂടി. കുഴപ്പമില്ല, അതിനൊരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം അത് ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ റെഡി ആവും. അപ്പൊ നമുക്ക് ഇനി BP ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് ന്യൂസ് പേപ്പറിൽ. അപ്പൊ ഈ ഗ്ലൂക്കോമീറ്റർ സത്യം പറഞ്ഞാൽ റിയലി യൂസ്ഫുൾ ആണ്. കാരണം ഷുഗർ കൂടിയ ശേഷം 240 ആ റേഞ്ച് ഒക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കപ്പ് നടത്തേണ്ടി വരും. ഇവിടെ ഒരാൾ വന്നിട്ട് എന്താ പറയാ ഡയറ്റിംഗ് ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് പോകും. പിന്നെ 2 hours കഴിഞ്ഞാൽ പിന്നെ വരും അടുത്ത ഷുഗർ ടെസ്റ്റിംഗ്. ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് പോകും. അപ്പൊ എനിക്ക് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അന്നേരം ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ അല്ലേ, നമുക്ക് തന്നെ ചെയ്തുകൂടെ. അപ്പൊ ഇതും ചെയ്തു. നമ്മൾ ഒരു ദിവസം 2ഉം കൂടി ചെയ്ത് നോക്കി. കുറവില്ല. അപ്പൊ ഇതാണ് വാങ്ങിയത്. ചിലതൊക്കെയാണ് കുറച്ച് നല്ലത് തോന്നുന്നു അല്ലെ. എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് കാണിക്കില്ല എന്നാണ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അവര് ടെസ്റ്റ് ചെയ്യുന്ന അതേ റിസൾട്ട് നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അവര് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്തോ, ഇതാണ് നല്ലതെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ കുറച്ച് വീക്ക് ആവുന്ന സമയത്ത് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇന്നിപ്പോ ഞാൻ കഴിക്കുന്നില്ല, ശരിക്കും ഡയറ്റിലാണ്. റൈസ് ഇല്ല, ആട്ട കഴിക്കുന്നു. ആട്ട കഴിക്കുമ്പോൾ എനിക്ക് ഷുഗർ കൂടുന്നുണ്ട്. ഇനി BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. റാഗി ഓട്സ് ഒക്കെയാണ് കഴിക്കണേ. സ്റ്റിൽ എന്താണെന്ന് അറിയില്ല, ചെറിയ ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്. അത് നീ കുറയ്ക്കണല്ലേ. അപ്പൊ നമ്മൾ അടുത്തേക്ക് പോകണം BP ചെക്ക്. അയ്യോ, നോർമലായി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാം കൂടി ആവുമ്പോഴത്തേക്ക് ടെൻഷൻ ആവുന്നത്. നോക്കാം, പക്ഷെ BP നോർമലായി കിട്ടിയാൽ മതി. ടെൻഷൻ അടിക്കണ്ട. അതിപ്പോ വന്നു 130, 124, 20, 1, 4, 12. BP ലോ ആണ് സ്കോപ്പ് അല്ലേ. അല്ല, ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് എനിക്ക്. ലോ BP ആണോ? ഇല്ല, BP എപ്പോഴും പൊതുവെ നോർമൽ ആണ്. റൈറ്റ്, നോർമൽ അല്ലേ. 70 to 102 ആണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. 90 to 120 ബിലോ നോർമൽ. കുറച്ചുകൂടി ക്ലിയർ ആക്കാം. ഇനിയിപ്പോ ഇന്ന് കൂടിയതാണ് ഷുഗർ അല്ലേ. ഒന്നും ചെയ്യാണ്ട് പേടിക്കണ്ട.
എന്തായാലും ടാബ്ലറ്റും കാര്യങ്ങളും കഴിച്ചതുകൊണ്ട് തന്നെ മെറ്റ്ഫോമിൻ അല്ലേ? മെറ്റ്ഫോമിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 500 mg. വേറെ ഒന്നും കഴിക്കണില്ല അല്ലേ? ചായ കുടിക്കണില്ല, ഒന്നുമില്ല. പക്ഷെ എന്താന്നറിയില്ല, നോക്കട്ടെ. ഫ്രൂട്ട്സും കഴിക്കുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ റെഡി ആണെന്ന് വിചാരിക്കാം അല്ലേ? ഇതിപ്പോ റെഡി ആവും, എന്തായാലും ഒരു 2 hours ക്ലിയർ ആവും. ഡോണ്ട് വറി. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ നമ്മുടെ അടുത്ത റുട്ടീന്റെ ഭാഗമായിട്ടുള്ള. നമ്മളൊരു ഏകദേശം ഒരു 2 to 3 hours കഴിഞ്ഞ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. വെയിറ്റ് നോക്കണമെന്ന്. വെയിങ് മെഷീൻ ദിനേടെ ഞാൻ പ്രഗ്നന്റ് ആയി അന്ന് വാങ്ങിയിട്ട് സാധനമാണ്, വെയിറ്റ് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്റെ ഫുഡ് ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഏകദേശം 52 അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അറിയില്ല എത്ര ഉണ്ടാവുന്നത്. അത് 5120 എന്റെ വെയിറ്റ് ഇപ്പൊ നിൽക്കുന്നത്. ഇനിയിപ്പോ കൂടാൻ ചാൻസ് ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ വരുന്നത് അല്ലേ? ഫുഡ് ഇതല്ലേ മുത്താറ് കഴിച്ചാൽ ശരിക്കും മെലിയും തോന്നുന്നല്ലേ? ഓട്സ് റാഗി മാത്രമാണ്. 3 times ഓട്സ് കഴിക്കും, പിന്നെ ഒരു തവണ റാഗി കഴിക്കും, പിന്നെ പാലും മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് വെയിറ്റ്. ഭക്ഷണം കഴിക്കാണ്ടില്ല, നമുക്ക് ഫ്രൂട്ട്സ്, മുട്ട അല്ലേ കഴിക്കാൻ പറ്റും. വേണ്ടത് കഴിക്കുന്നുണ്ട്. പക്ഷെ ആരോഗ്യകരമായിട്ടുള്ള എല്ലാം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ, ഒരു സൈഡ് കൂടെ വെയിറ്റ് ലൂസിങ് ആയിട്ടുള്ള സംഭവം കൂടിയാണ്, വെയിറ്റ് ഇങ്ങനെ കുറയ്ക്കാനുള്ള സംഭവങ്ങളും കൂടിയാണ്. ഓക്കെ, ഹെൽത്തി ആയാൽ മതി. ഒരു നോർമൽ ഹെൽത്ത് ഉണ്ട് അല്ലെ, തടിയും വെയിറ്റ് ഒക്കെ ഉണ്ട്. ഡോണ്ട് വറി. അപ്പൊ അങ്ങനെ നമ്മുടെ ദിവസം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു അല്ലെ, വിശാൽ മാർട്ടിന്റെ ഉള്ളില്. കുറെ ഡ്രസ്സും അതൊക്കെ, ചെറിയൊരു കുട്ടി പർച്ചേസിങ്. അതെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. കുഞ്ഞു കുഞ്ഞ് നമ്മളുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാനും, എന്താ പറയാ, പറയാനും ഒക്കെ ആയിട്ട്. അപ്പൊ അമ്മ എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് തിരക്കിലായിന്നാണ് തോന്നുന്നത്. അപ്പൊ അമ്മയെ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യണ്ട. പിന്നെ അച്ഛൻ പർച്ചേസിങ്ങിന് വന്നിട്ടില്ല. അച്ഛൻ ചെറിയൊരു പല്ലുവേദനയൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു ഇന്ന് ത്രൂ ഔട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഒരു ഡേ ഇൻ ലൈഫ് വ്ലോഗ്. ഡേ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടില്ല, ഏകദേശം കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ് സീരീസും ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്സും എല്ലാം നമ്മളെ അറിയിക്കുക. അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി. ഇനിയും ഈ സപ്പോർട്ടും സ്നേഹവും എല്ലാം അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോസുമായിട്ട് വരാം. അതുവരെ ബൈ.